സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും എന്ന തോന്നൽ എങ്ങനെ മാറ്റാം? എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നാമത് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ യന്ത്രം ഓഫാക്കുക. റാംജി റാവ് സ്പീക്കിങ്ങിൽ പറയുന്നു. നിങ്ങൾ വേറൊരു വിഷയത്തിലേക്ക് പോവുക. നിങ്ങളുടെ ഇമേജിനെ കുറിച്ച് ഇപ്പോൾ ഇത് മനുഷ്യൻ എന്ന നിലയിൽ അവന്റെ വളരെ ഒരു ഹയർ ഈഗോ ആണ്, ഹയർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വയംബോധം എന്ന് വെച്ചോ. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് തന്നെ മറ്റുള്ളവർ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളൊരു ചോദ്യം. ചില ആളുകൾക്ക് അതൊരു വലിയ പ്രശ്നമാകും. ചിലർക്കാണെങ്കിൽ ഈ എന്താണ് പറയാ ഷെയിംലെസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഷെയിംലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ചിലരൊക്കെ നമ്മൾ ചെറിയ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി കയറിക്കൊള്ളും, ഭയങ്കര പ്രശ്നം. ചിലരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ എന്നുള്ള ആശയം. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഗുണകരമായ അവസ്ഥയല്ല. വി നീഡ് ടു ബി പോസിറ്റീവ്ലി സെൻസിറ്റീവ് ആൻഡ് റെസ്പോൺസീവ് എന്നുള്ളതാണ്. ആ ഒരു തലത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു പഠനമാണ്, ഒരു എഡ്യൂക്കേഷനാണ്, ഒരു വിദ്യാഭ്യാസമാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് ടാർഗറ്റ്, ആ ടാർഗറ്റിലേക്ക് നിങ്ങൾ സ്വയം ക്രമീകരിക്കുക. ഇതിന്റെ എല്ലാം അടിസ്ഥാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. യു കനോട്ട് ഹാൻഡിൽ യുവർ സെൽഫ് എന്നുള്ളതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള രണ്ട് രീതിയിലുള്ള ഒപ്പീനിയൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു. ഉദാഹരണമായിട്ട് നമ്മളൊരു കള്ളം പറയുന്നു, പക്ഷെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നില്ലെങ്കിലും നമ്മളെ അത് കുത്തും. നമ്മൾ വിചാരിക്കും നമ്മൾ കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ ധരിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ നമ്മളെ കുത്തും. കാരണം നമ്മുടെ ഇന്റേണൽ ആയിട്ടൊരു പാർലമെന്റ് നമ്മുടെ തലയിലുണ്ട്. ഇനി ചിലത് നമ്മൾ സത്യമാണ് പറയുന്നതെങ്കിലും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെ അവർ മനഃപൂർവ്വം മനസ്സിലാവില്ലെന്ന് നടിക്കുന്നു. നമുക്കത് ഭയങ്കര വിഷമമായിട്ട് തോന്നും. അത് മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്നു. അപ്പൊ മറ്റുള്ളവർ അങ്ങനെ വിലയിരുത്തുന്നല്ലോ എന്ന് ആലോചിച്ച് നമുക്ക് വീണ്ടും വിഷമം വരും. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഇന്റേണൽ പാർലമെന്റും പുറത്തെ പാർലമെന്റ്. പാർലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് സമൂഹം. വെരി നെക്സ്റ്റ് പേഴ്സൺ ഈസ് എ MP ഓഫ് ദാറ്റ് പാർലമെന്റ് എന്നാണ് കാണേണ്ടത്. അപ്പം ഷിഫ്റ്റിംഗ് പ്രയോറിറ്റീസ്, വേറെ ഏരിയയിലേക്ക് പോവുക, പിന്നെ സ്വയം നിയന്ത്രിക്കുക. അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. ഇറ്റ് ഇസ് നോട്ട് ഈസി. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അവരുടേതായ രീതിയിലാണ്. യു ഷുഡ് ബി ഏബിൾ ടു ഹാൻഡിൽ യുവർ സെൽഫ്, ടാക്കിൾ യുവർ സെൽഫ്. അല്ലെ പറഞ്ഞത്, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത്, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ഗീതയിൽ ഒരു വരിയുണ്ടല്ലോ, ഉത്തരേതാത്മനാത്മനം നാത്മന അവസാദേത് ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. സ്വയം ഉയർത്തുക, ഒരിക്കലും താഴ്ത്താതിരിക്കുക, കുമ്പാതിരിക്കുക. നീ തന്നെയാണ് നിന്റെ ശത്രു, നീ തന്നെയാണ് നിന്റെ സുഹൃത്ത്. ഇത് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിലുള്ള ഒരു സാധനമാണ് കേട്ടോ. ഗീതയിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. ബുദ്ധനെ അറിഞ്ഞ കല്ല് വായിച്ചിട്ടുണ്ടോ? ഉണ്ട്, അതിനകത്തുണ്ട്. ആ പ്രഭാഷണത്തിൽ ഞാൻ പറയുന്നുണ്ട്.